പോലും ചരിത്രമാകും. അധികാര രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് ഒരു മനുഷ്യനെ മറ്റു മനുഷ്യർക്ക്, രക്തബന്ധം പോലുമില്ലാത്ത മനുഷ്യർക്ക് ഇത്രത്തോളം സ്നേഹിക്കാനാകുമോ, സ്നേഹിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അതിനത് വി എസ് ആകണം. വി എസ് ആകണമെങ്കിൽ എന്തൊക്കെയാകണമെന്ന് ചോദിച്ചാൽ മനുഷ്യപക്ഷത്തായിരിക്കണം, ജനപക്ഷത്തായിരിക്കണം, അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന ആളായിരിക്കണം, ഏത് സമ്മർദ്ദ ശക്തികൾക്ക് മുമ്പിലും വിധേയപ്പെടാത്ത നിലപാടുകാരനാകണം. ഇതെല്ലാം ചേർന്ന് നിന്നാൽ വി എസ് ആകും. പക്ഷെ വി എസിനെ പോലെ ഇനി മറ്റാർക്കും ആകാനാകില്ല എന്നതാണ് വാസ്തവം. അതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് അണമുറിയാതെ നിൽക്കുന്ന ഈ നീണ്ട നിര, കണ്ണിമുറിയാതെ നിൽക്കുന്ന ഈ മനുഷ്യർ ബോധ്യപ്പെടുത്തുന്നത്, പറയാതെ പറയുന്നത്. അവിടെ മുമ്പിലൂടെ മാഞ്ഞു പോകുന്നത്, മറഞ്ഞു പോകുന്നത് ഒരു ഇതിഹാസമാണ്, ഒരു യുഗമാണ്. അവരിന് വേണ്ടി ഏറ്റവും വരെയും സംസാരിച്ച് ശബ്ദമുയർത്തിയ, അവൻ്റെ കഷ്ടപ്പാടുകളെ ലഘൂകരിക്കാൻ, അവൻ്റെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കണ്ടെത്താൻ നിരന്തര പോരാട്ടം നടത്തിയ സമരവീര്യത്തിനാണ് ആ പ്രിയപ്പെട്ടവർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വൈകാരികമായ പല രംഗങ്ങൾ കാണുന്നു. കരഞ്ഞ് കണ്ണീർ തോരാതെ നിൽക്കുന്ന മനുഷ്യരെ കാണുന്നു. ആ മനുഷ്യർക്കൊന്നും ചിലപ്പോൾ വി എസിന് നേരിട്ട് പരിചയമുണ്ടാകില്ല. വി എസ് ഇന്നേവരെ കണ്ടിട്ടില്ലാത്തവരായിരിക്കാം, ദൂരെ എന്ന് പോലും ഒരു നോക്ക് കാണാത്തവരായിരിക്കാം. പക്ഷേ അവർക്ക് വി എസിനെ അറിയാം. അദ്ദേഹത്തിൻ്റെ സമരവീഥികളിലൂടെ, പോരാട്ട വീര്യത്തിൻ്റെ ചരിത്രത്തിലൂടെ വി എസ് എന്ന വാക്ക്, വി എസ് എന്ന ദ്വയാക്ഷരം അത് അവരുടെ നെഞ്ചകത്തേക്ക് ചേർത്ത് വെച്ചവരാണ്. അതുകൊണ്ട് തന്നെ തലമുറകൾ എത്ര കഴിഞ്ഞാലും ഇന്നീ കരയുന്ന മനുഷ്യർ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് വി എസിനെ അവസാനം നോക്ക് കാണാൻ എത്തിയവരുണ്ട്. ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനൊരു നേതാവ്, ഇങ്ങനൊരു നേതൃത്വം ഈ നാട്ടിലുണ്ടായിരുന്നു. അതുതന്നെയാണ് വി എസ്. അടിവരുമ്പോൾ ഓടരുത്, തിരിച്ചടിക്കണം അച്ഛൻ പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് അച്യുതാനന്ദന്റെ പോരാട്ടം. ലാളനകൾ ഏറ്റു വളർന്ന നേതാവായിരുന്നില്ല വി എസ്. കുഞ്ഞുപ്രായം തൊട്ടേ കഠിനാനുഭവങ്ങൾ, പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, അങ്ങനെ ജീവിതത്തിന്റെ തുടക്കകാലം തൊട്ടുപോലും ഒരിക്കലും സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാകാത്ത മനുഷ്യനാണ്. അപ്പോഴൊന്നും സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഒരിടവേള കണ്ടെത്താതെ, സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഒരവസരം വിനിയോഗിക്കാതെ, താൻ കഷ്ടപ്പെട്ട തൻ്റെ അനുഭവങ്ങൾ മറ്റാർക്കും ഉണ്ടാകരുതെന്ന ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ നമ്മൾ കണ്ട സമര നൂറ്റാണ്ടു കൂടിയാണ് വി എസ് എന്ന ജീവിതം. ആ മഹാത്ഭുതത്തിൻ്റെ വിലാപയാത്ര 13 മണിക്കൂർ പിന്നിട്ട് 14 മണിക്കൂറിലേക്ക് എത്തുന്നു. ചിന്നക്കടയിലാണ് ഇപ്പോൾ വിലാപയാത്രയുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു കൂട്ടം മനുഷ്യർ ആ പ്രിയപ്പെട്ടവനെ നോക്കൂ, കൂപ്പ് കൈയോടെ നിൽക്കുന്ന അമ്മമാരെ നോക്കൂ, മുദ്രാവാക്യം ഉയർത്തുന്ന യുവാക്കളെ നോക്കൂ, വി എസിനായി സ്നേഹവായ്പ പ്രകടിപ്പിക്കുന്നവരെ നോക്കൂ. ഇതെന്തൊരു കാഴ്ചയാണ്! അത് ഇങ്ങനെയാണ് ഒരു നേതാവിന്, ഹൃദയത്തിലേറ്റിയ ഒരു നേതാവിന് വിട പറയുന്നത് ഇങ്ങനെയാണെന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്. സമയം ഇത് 3:45, പുലർച്ചെ 3:45. ഇപ്പോഴും ചിന്നക്കട ഉറങ്ങിയിട്ടില്ല, കൊല്ലം ഉറങ്ങിയിട്ടില്ല. അവരിങ്ങനെ തങ്ങളുടെ നേതാവിനെ കാത്തു നിൽക്കുകയാണ്. ആ വാഹനത്തെ അനുഗമിച്ച് പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്.
ഉരുക്കുമുഷ്ടി ആകാശത്തേക്ക് വാനിലേക്ക് ഉയർത്തി അവർ മുദ്രാവാക്യം വിളിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനായി. അത്ര കണ്ട് ആവേശം അലതല്ലുന്നു, അത്ര കണ്ട് സ്നേഹവായ്പ അലതല്ലുന്നു, അത്ര കണ്ട് ഹൃദ്യമായ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സുഹൈൽ നോക്കൂ, ജനസാഗരം തന്നെ ചിന്നക്കടയിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഇടങ്ങൾ ഇനിയുമുണ്ട്. കൊല്ലം ജില്ല പ്രവേശിക്കാൻ മറ്റു പോയിന്റുകൾ ഇനിയുമുണ്ട്. ആ പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ നമ്മൾ വലിയ ജനക്കൂട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ജനസഞ്ചയം എങ്കിൽ മറ്റിടങ്ങളിലാകട്ടെ, ഈ വിലാപയാത്ര കടന്നു വരുന്ന മറ്റിടങ്ങളിലാകട്ടെ ചെറിയ കൂട്ടമായ അങ്ങിങ്ങിങ് നമ്മൾ ആളുകളെ കാണുന്നുണ്ട്. സാധാരണക്കാരെ കാണുന്നുണ്ട്, വീട്ടമ്മമാരെ കാണുന്നുണ്ട്, മുത്തശ്ശിമാരെ കാണുന്നുണ്ട്, അമ്മമാരെ കാണുന്നുണ്ട്, പ്രായമായവരെ കാണുന്നുണ്ട്. അത്തരത്തിൽ സമൂഹത്തിന്റെ നാനാ വിഭാഗത്തിൽ നിന്നവരെ കാണുന്നുണ്ട്. ഓട്ടോ തൊഴിലാളികളെ കാണുന്നുണ്ട്, തൊഴിലാളി സുഹൃത്തുക്കളെ കാണുന്നുണ്ട്, ശുചീകരണ തൊഴിലാളികളെ കാണുന്നുണ്ട്. അത്തരത്തിൽ ട്രേഡ് യൂണിയൻ തൊഴിലാളികളൊക്കെ ഇങ്ങനെ നിരവധിയായി ഇതാ മുദ്രാവാക്യം ഉയർത്തുന്ന സ്ത്രീകളെ നോക്കുക. അവർ ആവേശത്തോടുകൂടി മുദ്രാവാക്യം ഉയർത്തുകയാണ്. തങ്ങളുടെ പാവപ്പെട്ടവന്റെ പടത്തലവൻ പുന്നപ്പറയുടെ മണിമുത്ത് VS വയലാറിന്റെ മണിമുത്തിന് അവർ മുദ്രാവാക്യം ഉയർത്തുന്നതാണ് ഈ കാണുന്നത്. അത്ര കണ്ട് ആവേശം, അത്ര കണ്ട് വികാര വായ്പോടുകൂടി, സ്നേഹവായ്പോടുകൂടി അവർ തങ്ങളുടെ പ്രിയ നേതാവിനെ യാത്രയാക്കുന്നു. ഇതൊരു ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ അവർ അങ്ങേയറ്റം വൈകാരികമായാണ് പ്രവർത്തകർ VS നെഞ്ചേറ്റുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നമുക്ക് വാഹനത്തിന് കടന്നു പോകാനാകാത്ത സാഹചര്യത്തിൽ റോഡിൽ ജനങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട്. അവർ വന്ന് നിറഞ്ഞിട്ടുണ്ട്. റോഡിൽ മാത്രമല്ല, റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഈ വാഹനത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതാ ഞങ്ങളുടെ ചെങ്കല റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം അവിടെ നിന്ന് ഉറക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം ഉയർത്തുന്നു VS-നായി. അന്ത്യാഭിവാദനം ഇതിലും വലുത് എത്ര സാർത്ഥകമാണ് സുഹൈൽ ഈ വിപ്ലവകാരിയുടെ ജീവിതം. അദ്ദേഹം ജീവിച്ചു തീർത്ത ജീവിതം അത് ആരുടെയൊക്കെ മനസ്സിലാണ്, ഹൃദയത്തിലാണെന്ന് നോക്കുക സുഹൈൽ. അത്ര കണ്ട് സാർത്ഥകമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ആ ജീവിതം ഉടനീളം അദ്ദേഹം പുലർത്തിയ നിഷ്ഠ, അദ്ദേഹം അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടത്തിന്റെ ആ വേര്, അത് ആഴ്ന്നിറങ്ങിയ ഹൃദയങ്ങൾ എത്രയെന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് VS-നുള്ള ഉചിതമായ യാത്രയപ്പ് പൊതുസമൂഹം, കേരളീയ പൊതുസമൂഹം നൽകുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുപോകുന്നത്. അമ്മമാരും സഹോദരിമാരും ഒക്കെ കൂട്ടമായി എത്തിയിട്ടുണ്ട്. ഇവിടെയും ചിന്നക്കടയിലും എത്തിയിട്ടുണ്ട്. അവർ അത്ര മണിക്കൂറായി VS-നെ കാത്തു നിൽക്കുന്നു. ഉദയാക്ഷരിയെ ഒരു നോക്ക് കാണാൻ, കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോയെ ഒരു നോക്ക് കാണാൻ അവർ എത്ര നേരമായി ഇങ്ങനെ നിലയുറപ്പിച്ചിട്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ ജനസമൂഹത്തെ നോക്കൂ, എത്ര കണ്ട ആളുകൾ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നു എന്ന് ചിന്നക്കടയുടെ മണ്ണിലേക്കൊന്ന് നോക്കുക സുഹൈൽ. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. ആ ജനങ്ങൾ അങ്ങനെ അവരുടെ തല ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി നിൽക്കുന്നുണ്ട് VS-ന് അന്ത്യാഭിവാദനം അർപ്പിക്കുന്നതിന് വേണ്ടി. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, വാനിലേക്ക് മുഷ്ടി ഉയർത്തി മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അത്ര കണ്ട് ഊഷ്മളമായ ഒരു മടക്കം, അത്ര കണ്ട് ഹൃദയവായ്പോടുകൂടി ഒരു മടക്കം, അത്ര കൊണ്ട് നെഞ്ചിൽ തട്ടിയുള്ള ഒരു മടക്കം അത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് കൊടുക്കുന്നു. അങ്ങനെ ഒരു ഗുഡ് ബൈ തങ്ങളുടെ നേതാവിനോട് പറയുന്നു. അങ്ങനെ ഒരു റെഡ് സല്യൂട്ട് നേതാവിന് അവർ നേരുന്നു. ഇത് ചിന്നക്കടയുടെ മണ്ണിന്റെ മാത്രം സാക്ഷ്യമല്ല. നമ്മൾ കടന്നു വന്ന വീഥികളിലുടനീളം, ആ വഴികളിലുടനീളം കണ്ടത് സമാനമായ ദൃശ്യങ്ങളാണ്, സമാനമായ സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടത് മുഴുവൻ. വിപ്ലവ സൂര്യൻ സഖാവ് VS-ന് കൊല്ലത്തിന്റെ റെഡ് സല്യൂട്ട് എന്നാണ് ഒരു ബാനർ, അതായത് അകത്തെ ആ ഹാളിനുള്ളിൽ ഒരു ബാനർ അങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്. വിപ്ലവ സൂര്യന് കൊല്ലത്തിന്റെ വിട. VS-ന്റെ വലിയ കട്ടൗട്ടുകൾ നിരത്തിയിട്ടുണ്ട്. VS-ന്റെ കട്ടൗട്ടുകൾ ഈ നാട്, നമ്മൾ ഈ കടന്നു വന്ന വഴികളിലെല്ലാം വലിയ കട്ടൗട്ടുകൾ തീർത്തിട്ടുണ്ട്. VS-ന് വിട പറഞ്ഞുകൊണ്ടുള്ള കട്ടൗട്ടുകൾ നാട്ടിലെമ്പാടും തീർത്തിട്ടുണ്ട്. അത് CPM-ന്റെ ബാനറിൽ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ബാനറുകളിൽ, അവരുടെ പേരുകളിൽ ആ മുദ്രാവാക്യം വിളി കൊല്ലത്ത് ചിന്നക്കടയുടെ മണ്ണിൽ ഉയരുന്നുണ്ട് സുഹൈല. അവരുടെ കണ്ണും കരളുമായ VS-ന് അവർ അന്ത്യാഭിവാദനം നേരുന്നുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, ഇതുവരെ പരിചയപ്പെടാത്ത മനുഷ്യർ ഒരു മനുഷ്യനെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യനെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരായുഷ്കാലം കൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതം
അത് എത്രത്തോളം മഹത്വരമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് VSന്റെ ജീവിതത്തിലൂടെ. സമയം 3:45 കഴിയുന്നു. വിലാപയാത്ര തുടങ്ങി 14 മണിക്കൂറിലേക്ക് അടുക്കുന്നു.